എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാലോയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും അനേകം വിനോദസഞ്ചാരികളും തീർത്ഥാടകരും എത്തിച്ചേരുന്ന കടൽ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങളുടെ സ്ഥലമായ കല്ലറയിൽ നിന്നും ഏകദേശം ഒരു 1.25 മണിക്കൂർ യാത്ര ചെയ്തു ക്ഷേത്രത്തിന് മുന്നിലെത്തി. ഒരു 63 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിനകത്തേക്ക് കയറി. ഞങ്ങളുടെ മുന്നിൽ കാണുന്ന ഗംഗാധരേശ്വര ശില്പമാണ് ഇവിടേക്ക് അനേകം ഭക്തജനങ്ങളെയും സഞ്ചാരികളെയും ആകർഷിക്കുന്നത്. 72 അടി ഉയരമുള്ള ഈ ശില്പം കേരളത്തിലെ തന്നെ ശിവശില്പങ്ങളിൽ ഏറ്റവും വലുതാണ്. 23 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന PS ദേവദത്തനാണ് ഇതിന്റെ ശില്പി. 6 വർഷം കൊണ്ടാണ് അദ്ദേഹം ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വന്യമായ ജടയഴിച്ച് അതിൽ നിന്നും ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ഒഴുക്കിവിടുന്ന ശിവഭഗവാൻ. മുടിയിഴകളും രുദ്രാക്ഷവും പേശികളും ഞരമ്പുകളും വരെ തെളിഞ്ഞു കാണുന്ന ശില്പ ചാതുരി. ആഴിമല ശിവക്ഷേത്ര സന്നിധിയിലെ ഈ ഗംഗാധരേശ്വര ശില്പം യഥാർത്ഥത്തിൽ കാണുകയല്ല, അനുഭവിക്കുകയാണ് വേണ്ടത്. ഇതിനിടയിൽ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഷീറ്റിനടിയിലേക്ക് കയറിയിരുന്നു. ഇനി ശില്പത്തിന്റെ പിറകിലേക്ക് പോയിട്ട് അവിടെ നിന്നുമുള്ള കടലിന്റെ കാഴ്ച നമുക്ക് ആസ്വദിക്കാം. ഈ സ്ക്രീനിന്റെ വലതുവശത്തായിട്ട് ഒരു വെളുത്ത നീണ്ട വര പോലെ കാണുന്നില്ലേ? അതാണ് വിഴിഞ്ഞം പോർട്ടിന്റെ കണ്ടെയ്നർ കപ്പലുകളൊക്കെ അടുക്കുന്ന ഭാഗം. ഇവിടുത്തെ ഈ ശില്പത്തിന് പുറമെ ഇതാണ് ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ. ദ്രാവിഡ വാസ്തുവിദ്യയാണ് ഇവിടുത്തെ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി ഏറെ സാമ്യമുണ്ട്. അതുപോലെ ഇതിലെ ചുവർ ചിത്രങ്ങളും ഏറെ ആകർഷണീയമാണ്. ആഴിമല ശിവക്ഷേത്രം ദേവസ്വം ട്രസ്റ്റാണ് ഇവിടെ ഭരണം നിർവഹിക്കുന്നത്. അതുപോലെ മറ്റെല്ലാ ശിവക്ഷേത്രങ്ങളും പോലെ തന്നെ ഇവിടെയും ശിവരാത്രിക്കാണ് ഉത്സവം. പുളിങ്കുടി മഹാദേവ ക്ഷേത്രമെന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലം ഗണപതി, മഹാവിഷ്ണു, മുരുകൻ, അയ്യപ്പൻ, ഹനുമാൻ തുടങ്ങിയ ഹൈന്ദവ ദേവതകളുടെ വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ശിവക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇതിന്റെ ചുറ്റിലും ധാരാളം എരിക്കിൻ ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം, നല്ല കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇനി നമുക്ക് താഴേക്ക് പോയാലെന്താ? ഇവിടെ ഈ ഭാഗത്ത് അത്യാവശ്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു അപകട മേഖലയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും അറിയണമെന്ന് ആരും ഫോട്ടോസൊന്നും എടുക്കാൻ പോകരുത്. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയാൽ പിന്നെ ബീച്ച് കുറവാണ്. ഏക മണൽത്തിട്ട ഈ കാണുന്നതാണ്. പിന്നെ ഈ പാറക്കൂട്ടം കണ്ടു. ഇതിന് അപ്പുറത്തേക്ക് ഒരു ബീച്ചുണ്ട്, സോമതീരം ബീച്ച്, ചൗര ബീച്ചെന്നും പറയും. അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റും. ചില സാഹസിക യാത്രികർ ഈ പാറക്കെട്ടിൻ്റെ ഓരം ചേർന്നും അവിടേക്ക് എത്താറുണ്ട്. പക്ഷേ അത് വളരെ ദുർഘടം പിടിച്ച വഴിയാണ്, അപകട സാധ്യത ഏറെയുണ്ട്. ഞങ്ങളങ്ങനെ ബീച്ചിൽ നിന്ന് നേരെ മുകളിലേക്ക് കയറി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. അപ്പോൾ ഇവിടെ നല്ലൊരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. നല്ല വിശാലമായ ഇരിപ്പിടവും നല്ല കടലിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഞാനങ്ങനെ ക്യാമറയുമായി നടന്നപ്പോഴത്തേക്ക് കാണാം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സുഹൃത്തിനെ അവിടെ വെച്ച് കണ്ടു. അതാ ഈ കാണുന്നില്ലേ, ഈ ഇടതുവശത്ത് കാണുന്ന ഈ ഷെഡ് അന്നദാനപുരയാണ്. ഇവിടെ എല്ലാ ദിവസവും ഓരോരുത്തരുടെ പേരിൽ അന്നദാനം നടത്താറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ അതുകൂടി ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.